അടുത്തൊരു ക്വസ്റ്റൻ ആണ്. എ ട്രെയിൻ സർവീസ് ഗോട്ട് ഡിസ്ട്രപ്റ്റഡ് ഡ്യൂ ടു ആൻ ആക്സിഡൻറ്റ് ആഫ്റ്റർ എ ട്രാവൽ ഓഫ് 30 കിലോമീറ്റർ. ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ 30 കിലോമീറ്റർ കഴിഞ്ഞ് എന്ത് ചെയ്തു? ഒരു ട്രെയിനിൻ്റെ ട്രാവൽ എന്ത് ചെയ്തു? ഒരു ആക്സിഡൻറ്റ് കാരണം പ്രശ്നം വന്നു. അതിനുശേഷം സ്പീഡ് എന്തായി? 4/5 ആയി. അതായത് 5 സ്പീഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എത്രയായി? 4 സ്പീഡ്. ദിസ് കോസ്റ്റ് എ ഡിലേ ഓഫ് 45 മിനിറ്റ്. ആദ്യം ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് 45 മിനിറ്റിൻ്റെ ഡിലേ ഉണ്ടായി. ഇഫ് ദ ആക്സിഡൻറ്റ് ഹാഡ് ഹാപ്പൻഡ് 18 കിലോമീറ്റർ ഫർദർ. അപ്പോൾ നമ്മൾ ഈ ആക്സിഡൻറ്റ് ഉണ്ടായ സ്ഥലം ഇതാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് 18 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായത് എന്നുണ്ടെങ്കിൽ അവിടെ 36 മിനിറ്റിൻ്റെ ലേറ്റ് ആവത്തുള്ളായിരുന്നു. അതായത് ആദ്യമേ 45 മിനിറ്റ് ലേറ്റ് ആവുന്നത് ഇപ്പോൾ 36 മിനിറ്റിന് ലേറ്റ് ആവത്തുള്ളൂ. അതായത് 9 മിനിറ്റ് നമുക്ക് ലാഭിക്കായിരുന്നു. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഈ 18 കിലോമീറ്ററിനെ മാത്രം എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഈ 18 കിലോമീറ്ററിൽ എന്താണ്? ഇവിടെ ഡിസ്റ്റൻസ് 18 കിലോമീറ്റർ കോൺസ്റ്റൻ്റ് ആണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ടൈമും സ്പീഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഈ 18 കിലോമീറ്ററിൻ്റെ കേസ് മാത്രം എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഒറിജിനൽ സ്പീഡ് 5 ഉള്ളത് ഇപ്പോൾ 4 ആയി. അപ്പോൾ ഇവിടെ പറയുന്നത് അത് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ, അതായത് 4 പോകേണ്ട സാധനം, സ്പീഡിൻ്റെ റേഷ്യോ 4 പോകേണ്ട സാധനം 5 തന്നെ ആയിരുന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ടൈമിൻ്റെ റേഷ്യോ എന്തോരും ഇതേ ദൂരത്തിൽ 5:4 വരും. അപ്പോൾ ഈ 5:4 എന്ന് പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞാൽ ഏത് കേസിലാണ്? നമ്മളുടെ സ്പീഡ് കുറവായിരുന്ന കേസിൽ എടുക്കുന്ന സമയമായിരുന്നു. ഇത് കുറവാകുന്ന 5-ൽ നിന്ന് 4 ആയി. എന്നാൽ ഒറിജിനൽ സ്പീഡിൽ പോയിരുന്നെങ്കിൽ 4 യൂണിറ്റ് സമയം എടുക്കത്തുള്ളൂ. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ എത്ര കുറച്ചെടുത്തേനെ? 1 യൂണിറ്റ് കുറച്ചെടുത്തേനെ. അപ്പോൾ ഈ 1 യൂണിറ്റിൻ്റെ വാല്യൂണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത് 45 - 36, 9 മിനിറ്റിൻ്റെ ഡിലേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ 1 മിനിറ്റ് ലാഭിച്ചു. അപ്പോൾ 1 യൂണിറ്റിൻ്റെ വാല്യൂ 9 മിനിറ്റ് ആണെങ്കിൽ നമുക്ക് എന്താ വരുന്നത്? ഒറിജിനൽ സ്പീഡിലായിരുന്നു പോരുന്നെങ്കിൽ ഈ 18 കിലോമീറ്റർ പോകാൻ എത്ര സമയം എടുക്കുമായിരുന്നു? അതാണ് ഈ 4 യൂണിറ്റ്. ഈ 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് കുറച്ചായിരുന്നു പോരുന്നത് എന്നുണ്ടെങ്കിൽ, സ്പീഡ് 4 യൂണിറ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ആക്സിഡൻറ്റ് പറ്റി കുറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ എത്ര ടൈം എടുക്കുമായിരുന്നു? അതാണ് ഈ 5 യൂണിറ്റ്. 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് കുറയാതെ 5 തന്നെ പോയിരുന്നെങ്കിൽ എത്ര സമയം എടുക്കുമായിരുന്നു? അപ്പോൾ 4 യൂണിറ്റിൻ്റെ വാല്യൂ 36 മിനിറ്റ് ആണ്. അതിൻ്റെ അർത്ഥം ഈ 18 കിലോമീറ്റർ പോകാൻ സ്പീഡ് കുറഞ്ഞില്ലായിരുന്നു, ഒറിജിനൽ സ്പീഡായിരുന്നു എന്നുണ്ടെങ്കിൽ 36 മിനിറ്റ് എടുക്കും എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് ആ ഒരു ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ആ ട്രെയിൻ 18 കിലോമീറ്റർ പോകാൻ വേണ്ടി അതിന് എത്ര സമയം എടുക്കും? 36 മിനിറ്റ് എടുക്കും. 36 മിനിറ്റിനെ മണിക്കൂറാക്കാൻ ബൈ 60 ചെയ്തു. ആ 60 അങ്ങ് നേടി വന്നു. ഇപ്പോൾ കിലോമീറ്റർ പെർ അവർ ആയി. ഇപ്പോൾ 18/36 2 വന്നു. 30 60/2 30 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ആ ഒരു ട്രെയിനിൻ്റെ ഒറിജിനൽ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി പെട്ടെന്ന് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കണം. NTPCക്ക് വന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇതേപോലെ ഓപ്ഷൻസും അതുപോലെ എക്സാമിൻ്റെ പേരും അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ആ ഒരു 18 കിലോമീറ്റർ മാത്രമേ എന്തുള്ളൂ? നമുക്ക് ആ ഒരു ചേഞ്ച് നടക്കുന്നുള്ളൂ. ആ ചേഞ്ച് നടക്കുന്ന ആ ഒരു 18 കിലോമീറ്റർ മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ അവിടെ ടൈമിൻ്റെ റേഷ്യോ കിട്ടി 5:4 ആണ്, 4:5 5:4. അപ്പോൾ അതിനകത്ത് ആ 1 യൂണിറ്റിൻ്റെ വാല്യൂ നമുക്ക് 9 കിട്ടി. 4 യൂണിറ്റ് 36. 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒറിജിനൽ സ്പീഡിൽ പോയിരുന്നെങ്കിൽ എടുക്കുന്ന സമയം. അപ്പോൾ ഒറിജിനൽ ഡിസ്റ്റൻസ് ഉണ്ട്, ഒറിജിനൽ സമയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ സ്പീഡ് കിട്ടും. അപ്പോൾ ക്ലാസ്സിലെല്ലാം കാണാൻ നോക്കുക.